അതെ, നമ്മൾ ഇന്നലെ കണ്ട ആ വീഡിയോ ഇല്ലേ, അത് തെറ്റാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. ഇഡിയുടെ വാഹനം ആക്രമിക്കുന്ന വീഡിയോ ഇല്ലേ, ഗുണ്ടായിസം, അത് വെറും ക്യാമറ ട്രിക്കാ, ട്രിക്ക്. ഇഡിയെ ആരും ആക്രമിച്ചിട്ടില്ല. അക്രമം ഇങ്ങനെയൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. വെറും മാധ്യമ സൃഷ്ടി മാത്രാണ്. ഈ വാഹനത്തെ ആക്രമിച്ചു എന്നുള്ള വാർത്ത മാധ്യമങ്ങൾ പറഞ്ഞ് പരത്തിയതാണ്. മാധ്യമങ്ങൾക്ക് ഇതല്ലേ പണി. ഇതൊരു അക്രമമേ അല്ല. സംഭവിച്ചതോ പോട്ടെ, ന്യായീകരണമാണ് കേട്ടാ സഹിക്കാൻ പറ്റത്. തീർന്നില്ല. എം സ്വരാജ് മാത്രല്ല, വി ശിവൻകുട്ടിയും ഇ.പി. ജയരാജനും ഒക്കെ ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എന്താണെന്ന് നോക്കാം. അതായത് വി ശിവൻകുട്ടി പറഞ്ഞത് എന്താണെന്നറിയാം. ഇത് സ്വാഭാവിക പ്രതിഷേധമാണെന്നാണ് വി ശിവൻകുട്ടി പറയുന്നത്. ശരിയാണ്, വെറും ഒരു സ്വാഭാവിക സംഭവം. ശാന്തമായ അന്തരീക്ഷം ഉണ്ടായതിന് ശേഷം ഇ.ഡി ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങണമായിരുന്നു. ഇങ്ങനെയാണ് വി ശിവൻകുട്ടി പറയുന്നത്. ഇനി ഇ.പി. ജയരാജൻ പറയുന്നത് ഏത് ഗാന്ധിയനായാലും പ്രതികരിക്കും. അതായത് അവരുടെ പ്രിയപ്പെട്ട നേതാവിനെതിരെ തിരിഞ്ഞപ്പോഴാണ് ജനം ക്ഷുഭിതരായി എന്നാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. സത്യത്തിൽ ഇത് പിണറായി വിജയനെതിരെയുള്ള കേസല്ല, പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള കേസാണെന്ന് ഇ.പി. ജയരാജനും അറിയില്ല തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താ?